KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ അല്പസമയത്തിനകം മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയ്ക്ക് സമയം കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, എപ്പോഴാണ് കൂടിക്കാഴ്ച? അധികം വൈകാതെ കൂടിക്കാഴ്ച ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ അലോഷ്യസ് സേവ്യറും അരുൺ രാജേന്ദ്രനും യദു കൃഷ്ണനും രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ് സംസ്ഥാന പ്രസിഡന്റിനൊപ്പം ഇവിടേക്ക് എത്തുന്നുണ്ട്. ആദേശ് സുധർമ്മൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇതിനോടകം തന്നെ അകത്തേക്ക് പോയിട്ടുണ്ട്. അധികം വൈകാതെ നമ്മൾ നേരെ കാണുന്ന നോർത്ത് ബ്ലോക്കിലാകും കൂടിക്കാഴ്ച. അലോഷ്യസ് സേവ്യറിന്റെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ഒരു KSU അധ്യക്ഷൻ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ കാണുന്നത് ഒരു വിധത്തിലും വാർത്തയാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല രാഷ്ട്രീയ സാഹചര്യം. അലോഷ്യസ് സേവ്യർ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. ആ വിമർശനം എന്ന് പറയുന്നത് KSUവിൻ്റെ ചില ആളുകളെ, SFIയുടെ പശ്ചാത്തലമുള്ള ചില ആളുകളെ ഈ പറയുന്ന ലീഡറായി നിയമിച്ചു എന്ന് കാട്ടി തിരുവനന്തപുരത്തെ ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റി അവരുടെ ലെറ്റർ പാഡിൽ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു. പക്ഷേ ആ വിഷയത്തിൽ ഇടപെടാനൊന്നും മുഖ്യമന്ത്രിയോ പാർട്ടിയോ ഒന്നും തയ്യാറായിരുന്നില്ല. ആ വിഷയത്തിൽ അലോഷ്യ പരസ്യമായി തന്നെ പ്രതികരണം നടത്തി. അതിനുശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി അലോഷ്യസ് സേവ്യറിനെയും KSUവിനെയും പരസ്യമായി തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടായി. KSUവിന്റെ യൂണിറ്റ് കമ്മിറ്റിയാണോ ജിയോണ ജെയിംസിനെ ഗവൺമെന്റ് ലീഡർ ആക്കിയതാണ് അലോഷ്യസ് സേവ്യറിനെ അലോസരപ്പെടുത്തുന്ന കാര്യം. പക്ഷേ ഡീൻ കുര്യാക്കോസ് വന്ന് പറയുന്നു, പ്രതിപക്ഷത്തായിരുന്ന സമയത്ത്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, സാക്ഷാൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ ആയിരിക്കുന്ന സമയത്താണ് ജിയോണ ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ അംഗത്വം എടുക്കുന്നത്. അപ്പോൾ എന്താണോ അലോഷ്യസിന്റെ പരാതി, അതിനുള്ള മറുപടി ഡീൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി അതിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? സേവ്യർ ഉന്നയിച്ച വിഷയത്തിൽ മറുപടി ഡീൻ കുര്യാക്കോസ് പറഞ്ഞതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മറ്റെന്തെങ്കിലും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. കാരണം അത് ഡീൻ കുര്യാക്കോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടെ അല്ലാതെ പറയാനുള്ള സാധ്യതയില്ല. മാത്രമല്ല, അതാണ് ഡീനാണ് ആ പേര് ശുപാർശ ചെയ്തത്. അപ്പോൾ സിയോണ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഉള്ള ഉയർന്ന വിമർശനങ്ങളൊന്നും ഒരു കാരണവശാലും മുഖ്യമന്ത്രി അംഗീകരിക്കാൻ സാധ്യതയില്ല. തീരുമാനത്തിൽ ഒരു തിരുത്തലും ഉണ്ടാകാനും സാധ്യതയില്ല. പക്ഷേ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്നൊരു തോന്നൽ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ KSUവിനെ മുഖ്യമന്ത്രി പരസ്യമായി അപമാനിച്ചു എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. ആ തോന്നൽ മാറ്റുക മാത്രമാണ് ലക്ഷ്യം. പ്രത്യേകിച്ചും തേവര SH കോളേജിൽ വെച്ച് നടന്ന പരിപാടിയുണ്ട്. മുഖ്യമന്ത്രിയും അലോഷ്യസും പഠിച്ച കോളേജാണത്. ആ കോളേജിൽ വെച്ച് ഒരു പൊതുപരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിൽ മുഖ്യമന്ത്രി അലോഷ്യസിനെ മൈൻഡ് ചെയ്യാതെ പോയി എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചത്. മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനവും മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ നേരിടേണ്ടി വന്നു. എന്തുകൊണ്ട് അലോഷ്യസുമായി ഒന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവിടെ വെച്ച് ഒന്ന് കൈ കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോഴുണ്ടായ വിവാദങ്ങൾ ഒരു പരിധിവരെ കെട്ടടങ്ങിയേനെ എന്നാണ് ഒരു പൊതുവികാരം. അതിനുശേഷം VM സുധീരൻ അലോഷ്യസ് സേവ്യറിനെ ചേർത്ത് പിടിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനും മുഖ്യമന്ത്രിയും നേർക്കുനേർ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അത് ആ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്നുള്ളത് KPCCയുടെ നിർദ്ദേശമായിരുന്നു. അങ്ങനെ KPCC കൂടി ഇടപെട്ടുകൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച എന്നൊരു കാര്യം തീരുമാനിച്ചത്. അതിപ്പോൾ ഇന്ന് 3 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമയം കൊടുത്തിരിക്കുന്നു. ഓഫീസിലേക്ക് എത്താനാണ്, നോർത്ത് ബ്ലോക്കിലെ ഓഫീസിലേക്ക് എത്താനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അധികം വൈകാതെ അലോഷ്യസ് സേവ്യറിന്റെ പരാതി ജിയോണ ജെയിംസ് മുൻ SFI പ്രവർത്തകയെ ഗവൺമെന്റ് ലീഡർ ആക്കിയതാണ്. അതിലെന്തെങ്കിലും മാറ്റം മുഖ്യമന്ത്രി ഓഫീസ് വരുത്തുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്.